റോമാലേഖനം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നും ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. റോമാലേഖനം 13-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒരു വിശ്വാസിയുടെ ജാഗ്രതയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ വചനം പഴയ നിയമത്തിലെ പ്രവാചകന്മാർ നൽകിയ യഹോവയുടെ ദിവസം എന്ന മുന്നറിയിപ്പുകളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. യോവേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ സിയോനിൽ കാഹളം ഊതുവിൻ, യഹോവയുടെ ദിവസം വരുന്നുവല്ലോ, അത് അടുത്തിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. ഉറങ്ങുന്നവർ ഉണരണമെന്ന സന്ദേശം ഈ വാക്യത്തിലുണ്ട്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലും എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. സെഫന്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ വലിയ ദിവസം അടുത്തിരിക്കുന്നു, അത് അത്യന്തം ബന്ധപ്പെട്ടു വരുന്നു എന്ന് കാണുന്നു. വിശുദ്ധ പൗലോസ് ഇതിവിടെ എഴുതാൻ കാരണം എന്താണ്? വിശ്വാസികൾ ലൗകിക സുഖങ്ങളിലും അലസതയിലും മുഴുകിപ്പോകരുത് എന്ന് പൗലോസ് ആഗ്രഹിച്ചു. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവോ അല്ലെങ്കിൽ നമ്മുടെ നിത്യതയോ നാം വിചാരിക്കുന്നതിലും അടുത്ത് ആണെന്ന് ബോധ്യപ്പെടുത്താനാണ് അദ്ദേഹം ഈ വചനം ഇവിടെ എഴുതുന്നത്. സമയം വിലയേറിയതാണെന്നും രാത്രി അഥവാ പാപത്തിൻ്റെ ലോകം അവസാനിക്കാറായെന്നും പകൽ അഥവാ ദൈവരാജ്യം അടുത്തുവെന്നും അദ്ദേഹം സഭയെ ഓർമ്മിപ്പിക്കുന്നു. നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ ഇവയൊക്കെയാണ്. 1. ഉറക്കം എന്നത് ആത്മീയമായ അലസതയെ സൂചിപ്പിക്കുന്നു. പാപത്തോടും ലോകത്തോടും വിട പറഞ്ഞ് ആത്മീയമായി സജീവമാകാനുള്ള സമയമാണിത്. 2. രക്ഷയുടെ പൂർണ്ണതയിലേക്ക് അഥവാ യേശുക്രിസ്തുവിനെ നേരിൽ കാണുന്ന നിമിഷത്തിലേക്ക് നാം ഓരോ നിമിഷവും അടുത്തുകൊണ്ടിരിക്കുന്നു. 3. മരണം അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്ന ബോധ്യം നമ്മുടെ മുൻഗണനകളെ മാറ്റണം. ചുരുക്കത്തിൽ സമയം അതിക്രമിച്ചിരിക്കുന്നു. ലൗകികമായ ഉറക്കം വെടിഞ്ഞ് ആത്മീയ വെളിച്ചത്തിൽ ജീവിക്കാനുള്ള ആഹ്വാനം ആണിത്. നമ്മുടെ രക്ഷ നാം വിചാരിക്കുന്നതിലും അരികിലാണ്. ഈ വാക്യം മുഖാന്തരം ദൈവം ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.